ചങ്ങായിമാരെ നമ്മളെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വിദ്യാർത്ഥി സമരത്തെ സപ്പോർട്ട് ചെയ്തന്നെ നമ്മളെ ടൊവിനോ തോമസിനെയും മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാലിനെയും ഉണ്ടല്ല സംഘികൾ പൂര തെറി വിളിച്ച് നടക്കുന്നു. അതിൽ സംഘികളോട് നമ്മളെ ടൊവിനോ തോമസ് ഉണ്ടല്ല ആദ്യമേ പറഞ്ഞിനി, നിങ്ങളുണ്ടല്ലോ ഒരു മണ്ണും പുണ്ണാക്കും എന്നെ ചെയ്യാൻ പറ്റില്ലെന്ന് ടൊവിനോ തോമസ് ആദ്യമേ പറഞ്ഞിനി. അതായത് ചാണക സംഘികളെ നീയക്കെട്ടിൽ എന്നെ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വേണ്ടാന്ന് ടൊവിനോ ആ പോസ്റ്റ് തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൊണ്ട് ചാണക സംഘിക്കുണ്ടല്ല ടൊവിനോ തോമസിനോട് നല്ല കുരുപൊട്ടലാണ്. പക്ഷെ ഇതിൽ ഭയങ്കര സങ്കടമായി പോയതറിയാം, നമ്മൾ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാലിനെ സംഘികൾ മോനെ എമ്മാതിരി തെറിവിളിയാണ്. അതിൽ വിസ്മയ മോഹൻലാലിനെ മാത്രമല്ല മോഹൻലാലിന്റെ സംഘികള് പൂര തെറി വിളിക്കുന്നുണ്ട്. അതായത് സംഘികൾ എന്താ പറഞ്ഞറിയാം, മോഹൻലാലിന്റെ മകളിൽ നിന്ന് നമ്മളിത് പ്രതീക്ഷിച്ചില്ലാന്നാണ് സംഘികൾ പറയുന്നത്. ഈ ചാണക സംഘികളെല്ലാം വിചാരം എന്താ അറിയാം, മോഹൻലാൽ ചാണകത്തിൽ വീണെന്ന് വെച്ചിട്ട് മോഹൻലാലിന്റെ ബുദ്ധിയും വിവരമുള്ള മോളും ആ ചാണകത്തിൽ വീണെന്നാണ് സംഘികൾ വിചാരിച്ചത്. ചാണക സംഘികളെ ബുദ്ധിയും വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ടല്ല, അവർ സത്യത്തിന്റെയും ന്യായത്തിന്റെയും കൂടെ നിൽക്കും. വിദ്യാഭ്യാസവും വിവരവും ബുദ്ധിയും ചാണക സംഘികളെ നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്കില്ല അതിനെ കുറിച്ച് മനസ്സിലാവൂല. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇത് കണ്ട് കുരുപൊട്ടിയ കുറെ ചാണക സംഖ്യയിലുണ്ടല്ല നമ്മുടെ ടൊവിനോ തോമസിനെതിരെ നിന്നും കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യം തന്നെ വീഡിയോ ചെയ്ത് വേറെ ആരുമല്ല, ചാണക സംഖ്യയുടെ എല്ലാമായി നമ്മുടെ ചാണക പണിക്കറാണ് ടൊവിനോക്കെതിരെ ആദ്യം തന്നെ വീഡിയോ ആയിട്ട് വന്നത്. ഈ ചാണക പണിക്കർ എപ്പോഴും ഞാൻ നിഷ്പക്ഷനാണെന്ന് പറയുകയും ചെയ്യും. സംഖ്യക്ക് വേണ്ടി എന്ത് വൃത്തികെട്ട വിടുപണിയും ഈ ചാണക പണിക്കർ എടുക്കും. നമുക്കെന്തായാലും സ്വന്തമായി നിലപാട്, സ്വന്തമായി പേരില്ലാത്ത ചാണക പണിക്കറുണ്ടല്ല, നട്ടലുള്ള നിലപാടുള്ള ടൊവിനോക്കെതിരെ എന്താണ് പറഞ്ഞതെന്ന് കേട്ടിട്ട് വന്നാലോ. ഈ ടൊവിനോയുടെ പോസ്റ്റൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് തോന്നുന്നത് ഈ പ്രതിഷേധക്കാർ അവിടെ ചെന്നപ്പോൾ അവരെ കാത്ത് ലാത്തിയും വടിയും ഒക്കെ ആയിട്ട് പോലീസുകാർ അവിടെ നിൽക്കുകയായിരുന്നു. അവർ വന്ന സമയത്ത് തന്നെ ബ്രൂട്ട് ഫോഴ്സ് ഉപയോഗിച്ച് അവരെ അവിടെ നിന്ന് അടിച്ചോടിച്ചു എന്നാണ്. കാരണം അദ്ദേഹം പറയുന്നത് സമാധാനപരമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു, ഈ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തു എന്നാണ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ നടന്നിരിക്കുന്ന അതിക്രമത്തിന്റെ വീഡിയോസോ ഫോട്ടോസോ ഒന്നും കാണാത്തത് എന്ന്. അദ്ദേഹം കണ്ടിട്ടില്ല എങ്കിൽ ഈ ഒരു വീഡിയോടൊപ്പം അത്തരത്തിലുള്ള ചില ചിത്രങ്ങൾ കൂടി ചേർക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന്, പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്ന് സമാധാനത്തിനെ ലംഘിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന അതിക്രമത്തിന്റെ ചിത്രങ്ങളാണ് ഇത് ഓരോന്നും. ഇത് കണ്ടതിന് ശേഷം ടൊവിനോ പറയുക എന്ത് തെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ തെറ്റ് ഞാൻ പറഞ്ഞു, അനുവാദമില്ലാതെ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് ഒരു ഹൈ സെക്യൂരിറ്റി ഏരിയയിലേക്ക് അവർ പ്രതിഷേധ മാർച്ച് നടത്തി എന്നുള്ളത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, അവർ ആ ഒരു പ്രതിഷേധത്തിൽ അതിക്രമം അഴിച്ചുവിട്ടു എന്നുള്ളതാണ്. ആ അക്രമത്തിന്റെ ഭാഗമായിട്ട് അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കുക. ടൊവിനോയുടെ രണ്ടാമത്തെ ചോദ്യം, അവർ ഏതെങ്കിലും പൊതുമുതൽ നശിപ്പിച്ചോ എന്നുള്ളതായിരുന്നു. പൊതുമുതലും സ്വകാര്യ മുതലും അവർ നശിപ്പിച്ചു എന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇതിലുള്ളത്. പോലീസിന്റെ വാഹനങ്ങൾ എന്ന് പറയുന്നത് പൊതുമുതലിൽ പെടുന്നതാണ്, മറ്റു വാഹനങ്ങൾ എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തികളുടേത്, സ്വകാര്യ പ്രോപ്പർട്ടിയുമാണ്. അതെല്ലാം തന്നെ നശിപ്പിക്കുന്ന, വാഹനങ്ങളുടെ വിൻഷീൽഡ് അടിച്ചു പൊട്ടിക്കുന്ന, അതിന്റെ വൈപ്പറുകളും മറ്റും ഇളക്കിയെടുക്കുന്ന, വാഹനങ്ങൾ തള്ളിമറിക്കുന്ന, പോലീസിന്റെ വാഹനം തന്നെ നശിപ്പിക്കുന്ന, സ്വകാര്യ വാഹനങ്ങളുടെ മുകളിലേക്ക് കയറി നിന്ന് ചവിട്ടുന്ന ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ടൊവിനോയുടെ ഭാഷയിലെ ഭാവി തലമുറ ഈ രീതിയിൽ പ്രതികരിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ പോലീസ് വാഹനങ്ങൾ ഏതെങ്കിലും രീതിയിലൂടെ പ്രശ്നമുണ്ടാക്കിയോ, എന്തായിരുന്നു അതിന്റെ കുഴപ്പം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടേത് നിയമവാഴ്ചയുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നേരിടാൻ, അതിനെ തടയാൻ, അവരെ പിന്തിരിപ്പിക്കാനുള്ള സംവിധാനം ഇവിടെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഉണ്ട് എന്ന് ടൊവിനോയ്ക്ക് അറിയില്ല എങ്കിൽ താങ്കൾ മനസ്സിലാക്കുക. ചങ്ങായിമാർ, ഈ ചാണക പണിക്കരുടെ ഒരു പ്രത്യേക കഴിവെന്താ അറിയാം, പച്ചക്കള്ള സത്യം പോലെ അവതരിപ്പിക്കാൻ വേണ്ടി ഈ ചാണക പണിക്കർക്ക് നല്ല കഴിവുണ്ട്. ഇയാൾ പങ്കെടുക്കുന്ന ചർച്ചകളിലുണ്ടല്ലോ, എതിരാളികൾ ഇയാളെ തോപ്പിക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ ഈ ചാണക പണിക്കർ എന്താക്കുന്നറിയാം, ആ എതിരാളികളുണ്ടല്ല സുഡാപ്പിന്നും തീവ്രവാദിന്നും പാകിസ്ഥാൻ നില വിളിച്ചിട്ടുണ്ടല്ല അവഹേളിക്കും. അങ്ങനെ തോക്കുന്ന ഉറപ്പിക്കുമ്പോൾ എതിരാളികളെ തെറി വിളിച്ചിട്ട് ആ പരിപാടി ഉണ്ടല്ലോ, ആ ചർച്ച കൊളാക്കലാണ് ഈ ചാണക പണിക്കരുടെ മെയിൻ പരിപാടി. ഈ ചാണക പണിക്കർ വീടിനുണ്ടല്ലോ കുറച്ച് ഫോട്ടോസ് വെച്ചിട്ട് വിദ്യാർത്ഥികൾ തകർത്താണ് ആ വാഹനം എന്നൊക്കെ അങ്ങ് തട്ടി വിടുന്നുണ്ട്. നിങ്ങളെല്ലാരും കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടാവും. ഡൽഹി പോലീസ് തന്നെയുണ്ടല്ല, ഡൽഹി പോലീസിന്റെ വാഹനവും മറ്റുള്ള വാഹനം തകർക്കുന്ന വീഡിയോസ് ഉണ്ടല്ല, നിങ്ങളെല്ലാം കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടാവും. അങ്ങനത്തെ ഒന്നും രണ്ടും വീഡിയോസ് അല്ല, ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. നമ്മളെ ചാണക പണിക്കറുണ്ടല്ല അതൊന്നും കാണുന്നില്ല. അതായത് ടൊവിനോ തോമസിനോട് ഇതൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ പണിക്കറുണ്ടല്ല, പണിക്കർ ഡൽഹി പോലീസ് എന്ന ക്രൂരതയുണ്ടല്ല, ആ ക്രൂരത ഒന്നും കണ്ടിട്ടില്ല. എന്തിന് ഡൽഹി പോലീസ് ഉണ്ടല്ല പെൺകുട്ടിയുടെ ബ്രസ്റ്റിനെ പിടിക്കുന്നത് കണ്ടിട്ട് ഒപ്പമുള്ള ഒരു വനിതാ പോലീസ് ഉണ്ടല്ല, ആ പോലീസുകാരന്റെ കൂടെ നിന്നിട്ട് പൊട്ടിച്ചിരിക്കുന്ന വീഡിയോ ഉണ്ടല്ല, വീഡിയോ വരെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതും പറഞ്ഞിട്ട് നടന്നിട്ട് പോകുന്ന ഒരു വിദ്യാർത്ഥിയുടെ പിന്നിലുണ്ടല്ല ഒരു ഡൽഹി പോലീസുകാരുണ്ടല്ല ലാത്തി കൊണ്ട് കുത്തുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ എത്ര വീഡിയോസ് പുറത്തിറങ്ങിയിട്ടുണ്ടെന്നറിയോ ഡൽഹി പോലീസ് പെൺകുട്ടികളോട്, വിദ്യാർത്ഥികളോട് കാണിക്കുന്ന ക്രൂരതയുടെ ഒരുപാട് വീഡിയോസ്. എന്നിട്ട് ഇതൊന്നും കാണാതെ കണ്ടിട്ടും ന്യായീകരിക്കുന്ന ചാണക പണിക്കരോട് ഞാനൊരു കാര്യം ചെയ്യട്ടെ. ചാണക പണിക്കരെ, നിന്റെ വീട്ടിലുണ്ടല്ലോ, നിനക്കുണ്ടല്ലോ ഒരു പെൺകുഞ്ഞ്. ആ പെൺകുഞ്ഞ് ഭാവിയിൽ ഒരു സമരത്തിന് പോകുമ്പോൾ ഒരു പോലീസുകാരൻ ഇതുപോലൊരു വൃത്തികേട് ആ പെൺകുട്ടിയോട്, നിന്റെ മകളോട് കാണിച്ചെങ്കിൽ നീ എന്താ ചെയ്യുക? നീ നിന്റെ മകളുടെ കൂടെയാണ് നിൽക്കുക, അല്ലെങ്കിൽ ആ പോലീസുകാരുടെ കൂടെയാണ് നിൽക്കുക? മനുഷ്യത്വം നിലപാടില്ലാത്ത നീ ആരെ കൂടെ നിൽക്കുന്നത് ഞാൻ ഇപ്പോഴേ പറയട്ടെ. നീണ്ടല്ല BJP ആണ് ഭരിക്കുന്നെങ്കിൽ നീണ്ടല്ല ആ പോലീസുകാരുടെ കൂടെയാണ് നിൽക്കുക. എന്നിട്ട് നിന്റെ കുഞ്ഞിനോട് നീ എന്താ പറയാന്നറിയാം, മോളെ അതൊന്നും പ്രശ്നമാക്കണ്ട, BJP അല്ലേ ഭരിക്കുന്നത്, അതൊക്കെ സഹിച്ചോന്ന് നിന്റെ കുഞ്ഞിനോട് പറയും. അത്രയും വൃത്തികെട്ട മനുഷ്യനാണ് നീ ചാണകപ്പണിക്കറെ. പക്ഷെ നിന്നെ പോലെയാണ് ടൊവിനോ തോമസ് എന്നും നമ്മളെന്നൊക്കെ ഉണ്ടല്ല നീ കരുതി കഴിഞ്ഞാൽ അതാണ് നിന്റെ ഏറ്റവും വലിയ തെറ്റ്. നമ്മളൊക്കെ ഉണ്ടല്ലോ, നമ്മളെ കുഞ്ഞുങ്ങൾക്കെതിരെയും, നമ്മളെ കുഞ്ഞുങ്ങളല്ല നമ്മളെ കുഞ്ഞുങ്ങളെ പോലത്തെ മറ്റുള്ള കുഞ്ഞുങ്ങൾക്കെതിരെയും എന്തെങ്കിലും വൃത്തികേട് ആരെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കില്ല ആ വൃത്തികേട് കാണിച്ചവനെ നമ്മളുണ്ടല്ല വെറുതെ വിടൂല. അതുകൊണ്ട്
ടൊവിനോ തോമസിന് കാഴ്ചയില്ല, നമുക്ക് കാഴ്ചയില്ല എന്ന് പറയുന്ന ചാണകപ്പണിക്കരെ നിനക്കാണ് നിന്റെ കണ്ണിനും നിന്റെ മനസ്സിനും തീരെ കാഴ്ചയില്ലാത്തത്. ഇനി ഞാൻ നിങ്ങൾക്ക് കണ്ടില്ല, ഈ ചാണകപ്പണിക്കാർ പോലെ തന്നെ വേറൊരു ചാണകം ഉണ്ടല്ല, നമ്മളെ ടൊവിനോക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ തന്നെ അയ്യാ വണക്കെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യുന്ന ഒരു ധനുഷ് എന്നൊരു ചാണക സംഖ്യ ഉണ്ട്. അവന്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. നമുക്കെന്തായാലും ആ ചാണക സംഖ്യ പറഞ്ഞ കുറെ വിഡ്ഢിത്തുണ്ട്, ആ വിഡ്ഢിത്തും കൂടി ഒന്ന് കേട്ടിട്ട് വരാം. നല്ല ഫണ്ട് വരുന്നുണ്ട്. ഓരോ സ്റ്റേറ്റിൽ നിന്നും ഓരോ ആങ്കർമാരെ അവിടെ കൊണ്ടിറക്കിക്കൊണ്ട് ബൗ ബൗ എന്ന് പറഞ്ഞ് കൊലപ്പിക്കുന്നുണ്ട്. അതൊക്കെ വേറെ ഡിപ്പാർട്ട്മെന്റാണ്. എന്തായാലും നമ്മുടെ കേരളത്തിൽ നിന്നും പല സിനിമാ താരങ്ങളും, അതായത് ഇവരുടെയൊക്കെ വികാരം ഭയങ്കരമായിട്ട് വ്രണപ്പെടും. കേന്ദ്രത്തിനെതിരെ എന്തെങ്കിലും പ്രതിഷേധം വരുമ്പോൾ ഭയങ്കരമായിട്ട് ഇവരുടെ വികാരം വ്രണപ്പെടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ വികാരം വ്രണപ്പെട്ട് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഇവർ സോഷ്യൽ മീഡിയയിൽ വാരി പോഷും. അതാണ് നമ്മുടെ കേരളത്തിലെ പല സിനിമാക്കാരും പല സാംസ്കാരിക നായകരുടെയും ഒരു ഗുണഗണങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന വിഷയങ്ങളൊന്നും അവർ അതും നമ്മൾ ഇടപെടില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്, നമുക്ക് നാളെ ഇവിടെ ജീവിക്കണം എന്നുള്ള ഇതുകൊണ്ട് അവർ ഇടപെടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ പാറ്റ പാർട്ടിക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നത്, അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, പാറ്റ പാർട്ടിക്ക് വിസ്മയ മോഹൻലാൽ പിന്തുണയുമായി എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിരുന്നു. ഇവിടെ നിന്നും വേക്കുഴിഞ്ഞു പോയ ആ നവ കുസുമത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ടൊവിനോ തോമസ് പാറ്റ പാർട്ടിക്ക് പിന്തുണയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഞായപ്പം വന്നില്ലേടേ? അല്ല, ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. രായപ്പം വരുമല്ലോ, വരാതിരിക്കില്ലല്ലോ. കാരണം ലക്ഷദ്വീപിന് പിന്തുണയുമായിട്ട് രായപ്പം വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ലക്ഷദ്വീപിനെ മാൽദീവ്സ് അപമാനിച്ചപ്പോൾ പിന്തുണ ഞാൻ കണ്ടില്ല. രായപ്പം വരാതിരിക്കില്ല. എന്തായാലും രായപ്പം വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും വരണം കേട്ടോ, നല്ല കണ്ടന്റാണ്. എന്ത് തന്നെയാലും നമ്മുടെ ടൊവിനോ തോമസ്, നമ്മുടെ തോൽവിനോ തോമസ് എന്താണ് ഇട്ടിരിക്കുന്നത് നോക്കാം. റൈറ്റ് ആൻഡ് റോങ് മേ ബി റിലേറ്റീവ്, ബട്ട് ദിസ് ഈസ് സർട്ടൻലി നോട്ട് ദ വേ ടു ഹാൻഡിൽ എ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ്. എങ്ങനെ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ്? അതായത് ശരിയോ തെറ്റോ എന്തുമാകട്ടെ, പക്ഷേ ഇതാണോ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റിനെ നേരിടേണ്ട വഴി എന്നാണ് ടൊവിനോ തോമസ്, നമ്മുടെ തോൽവിനോ ആണ് ചോദിക്കുന്നത്. ടൊവിനോ തോമസിനെ തോൽവി എന്ന് വിളിക്കുന്ന ചാണക സംഖ്യ. ഇത്രയും കാലം നീയൊക്കെ നെഞ്ചത്ത് കൊണ്ടുവരുന്ന നിന്റെ മോഹൻലാലിന്റെ മകളുണ്ടല്ല, ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ മോഹൻലാലിനെയും ആ മകളെയും പൂര തെറി വിളിക്കുന്ന നാണവുമാനും ഉളുപ്പില്ലാത്ത ചാണക സംഖ്യയില്ലേ നീയൊക്കെ. അതുകൊണ്ട് ടൊവിനോ തോമസിനെ, വിജയിച്ചു നിൽക്കുന്ന ടൊവിനോ തോമസിനെ തോൽവി എന്ന് വിളിക്കുന്ന നീ ഉണ്ടല്ല, നീയൊക്കെയാണ് യഥാർത്ഥ തോൽവികൾ. പിന്നെ ടൊവിനോ തോമസ് ഉണ്ടല്ല, എന്തഭിപ്രായം പറയണം, എപ്പോ അഭിപ്രായം പറയണമെന്നുണ്ടല്ല, ഒരു ചാണക സംഖ്യയിലെ തീരുമാനിക്കുക. അത് ടൊവിനോ തോമസ് തന്നെയാ തീരുമാനിക്കുക. അയാൾ എപ്പോ അഭിപ്രായം വേണമെന്ന് അയാൾ മാത്രം തീരുമാനിക്കുക. നിങ്ങൾ ചാണക സംഖ്യയുടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രമുണ്ടല്ല, അവര് മാത്രം രാജ്യസ്നേഹികള്, നിങ്ങൾ എതിർക്കുന്നവരുണ്ടല്ല, അവരൊക്കെ രാജ്യദ്രോഹികൾ എന്നുള്ള സംഭവം ഉണ്ടല്ല. അതുണ്ടല്ല, നിന്റെയൊക്കെ ചാണകം കൊണ്ടുണ്ടല്ല, ആ ചാണകം കൊണ്ടുപോയി വെച്ചാൽ മതി കേട്ടാ. പിന്നെ ഈ ചാണക സംഖ്യ ഉണ്ടല്ല, ഈ വീട്ടിലുണ്ടല്ലോ രാജപ്പൻ എന്ന് പറഞ്ഞല്ലേ, രാജപ്പൻ നീവൻ പറഞ്ഞത് നമ്മളെ പൃഥ്വിരാജില്ലേ, പൃഥ്വിരാജിനെ കുറിച്ചാണ്. ഈ ചാണക സംഖ്യയിലെ പൃഥ്വിരാജ് കൊണ്ടല്ല, നിങ്ങൾ സംഖ്യകളെ പോലെ നട്ടലില്ലാത്ത മനുഷ്യനല്ല, നല്ല നട്ടലുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് പൃഥ്വിരാജിനുണ്ടല്ല പ്രതികരിക്കണം തോന്നിക്കഴിഞ്ഞാൽ, ഈ വിഷയത്തിലുണ്ടല്ല പ്രതികരിക്കണം തോന്നിക്കഴിഞ്ഞാൽ മൂപ്പർ പ്രതികരിച്ചിരിക്കും. പിന്നെ നിന്നെപ്പോഴത്തെ ചാണക സംഖ്യകളിൽ ഒരു വിചാരമുണ്ട്, നീയൊക്കെ വിചാരിച്ചിട്ടുണ്ടല്ല ഇവരൊക്കെ സിനിമയുണ്ടല്ല, ഇവരൊക്കെ സിനിമ കേരളത്തിൽ ഓടൂലാന്ന്. ചാണകങ്ങളെ നീയൊക്കെ ഏതൊക്കെ സിനിമ ഈ കേരളത്തിൽ ഓടിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ, ആ സിനിമയുണ്ടല്ല കേരളത്തിൽ വമ്പൻ ഹിറ്റാണ്, സൂപ്പർ ഹിറ്റാണ്. പക്ഷെ നീയൊക്കെ ഓടിക്കുന്ന പറഞ്ഞ സിനിമകളുണ്ടല്ല, കേരള സ്റ്റോറി പോലത്തെ സിനിമകൾ, ആ സിനിമയുണ്ടല്ല രണ്ട് ദിവസം ഉണ്ടല്ല കേരളത്തിൽ പൂർത്തിയാക്കിയിട്ടില്ല. അതുകൊണ്ട് നിന്നെപ്പോഴത്തെ ചാണക സംഖ്യക്കുണ്ടല്ല, നട്ടലുള്ള ആൾക്കാരുണ്ടല്ല പീഡിപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ട് ചാണകങ്ങളെ മലയാളികളുണ്ടല്ല, കേരളക്കാരുണ്ടല്ല, നട്ടലുള്ള ആൾക്കാരുടെ കൂടെയാണ്. നീയും നിന്റെ ചാണക പണിക്കണം, നിങ്ങളെപ്പോഴത്തെ എല്ലാ ചാണകങ്ങളുണ്ടല്ല എത്രയൊക്കെ കുരുപൊട്ടിച്ചാലുണ്ടല്ലോ നട്ടലുള്ള ടൊവിനോ തോമസിനെ പോലുള്ള ആൾക്കാരുണ്ടല്ല, രോമത്തിൽ പോലും നിനക്കും തൊടാൻ പറ്റൂല. അപ്പൊ ഒരിക്കൽ കൂടി നട്ടലുള്ള ടൊവിനോ തോമസിനും വിസ്മയ മോഹൻലാലിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.